ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുരേഷ്. പ്രധാന വാർത്തകൾ. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ ഇന്ന് രാഷ്ട്രം പരാക്രം ദിവസ് ആചരിക്കുന്നു. ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരത് പർവ് പരിപാടിക്ക് തുടക്കം കുറിക്കും. 15ാം നിയമസഭയുടെ 10ാമത് സമ്മേളനം മറ്റന്നാൾ ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ ആരംഭിക്കും. അടുത്ത മാസം 5-ന് ബജറ്റ് അവതരണം. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയാത്തവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ അപേക്ഷ നൽകാമെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര വിവിധ ജില്ലകളിൽ പര്യടനം തുടരുന്നു. അന്താരാഷ്ട്ര സ്പോർട്സ് സമ്മിറ്റിന്റെ ആദ്യ പതിപ്പിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ കപ്പിന്റെ അവസാന ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിറിയയെ നേരിടും. വാർത്തകൾ വിശദമായി. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ ഇന്ന് രാഷ്ട്രം പരാക്രം ദിവസായി ആഘോഷിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പരാക്രം ദിവസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കും. ഈ മാസം 31 വരെ നടക്കുന്ന ഭാരത് പർവ് പരിപാടി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. നേതാജിയുടെയും ആസാദ് ഹിന്ദ് ഫൌജിന്റെയും അപൂർവ ഫോട്ടോഗ്രാഫുകളും രേഖകളും ചുവപ്പുകോട്ടയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. 26 മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും പ്രദർശനം ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി നേതാജി അസാധാരണ പ്രതിബദ്ധതയാണ് പ്രകടിപ്പിച്ചതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. നേതാജി ജയന്തി ദിനത്തിൽ രാജ്യം അദ്ദേഹത്തിന്റെ ജീവിതത്തെയും ധീരതയെയും ആദരിക്കുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ 1 കോടി ഭവനങ്ങളുടെ മേൽക്കൂരയിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്ന പ്രധാൻമന്ത്രി സൂര്യോദയ യോജനയ്ക്ക് തുടക്കമിടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വൈദ്യുതി നിരക്ക് കുറയ്ക്കുന്നതിനൊപ്പം രാജ്യത്തെ ഊർജ്ജ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും പദ്ധതി സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 15ാം കേരള നിയമസഭയുടെ 10ാം സമ്മേളനം വ്യാഴാഴ്ച ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ ആരംഭിക്കും. നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണിത്. വ്യാഴാഴ്ച മുതൽ മാർച്ച് 27 വരെയുള്ള കാലയളവിൽ ആകെ 32 ദിവസം സഭ ചേരും. ജനുവരി 29, 30, 31 തീയതികൾ ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ച നടക്കും. ബജറ്റ് അവതരണം ഫെബ്രുവരി 5-ന് നടക്കും. അടുത്ത മാസം 12 മുതൽ 14 വരെയുള്ള തീയതികളിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ദേശീയ സ്കൂൾ ബാൻഡ് മത്സരത്തിൽ കണ്ണൂർ സെന്റ് തെരേസാസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ വിജയികളായി. ഡൽഹിയിലെ മേജർ ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ രാജ്യത്തെ വിവിധ സോണുകളിൽ നിന്നായി 4 ബാൻഡ് ടീമുകൾ ഉൾപ്പെടെ 16 ടീമുകളാണ് ഉണ്ടായിരുന്നത്. പ്രതിരോധ വിദ്യാഭ്യാസ മന്ത്രാലയങ്ങൾ സംയുക്തമായാണ് മത്സരം സംഘടിപ്പിച്ചത്. ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡ് ഡൽഹിയിലെത്തി നേരിട്ട് കാണാൻ കൊല്ലം കരിക്കോട് സ്വദേശിയായ ആയുർവേദ ഡോക്ടർ സനീഷ് ബി പിള്ളയ്ക്ക് കേന്ദ്ര സർക്കാർ ക്ഷണം. പനയം സർക്കാർ ആയുർവേദ ആശുപത്രി ആയുഷ് ഹെൽത്ത് ആന്റ് വെൽനസ് കേന്ദ്രത്തിൽ യോഗ അധ്യാപകനാണ് ഡോക്ടർ സനീഷ്. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ പ്രവർത്തിപ്പിക്കുന്ന 14 യോഗ അധ്യാപകർക്കായിട്ടുള്ള ക്ഷണമാണ് വന്നിരിക്കുന്നത്. അവർക്കും അവരുടെ പങ്കാളിയോടൊപ്പം തന്നെ യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളും എല്ലാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്തു തരുന്നുണ്ട്. ഇങ്ങനെ ഒരു ക്ഷണം കിട്ടുക നല്ലൊരു അംഗീകാരമായിട്ടും അതിലുപരി ഒരു ഭാഗ്യമായിട്ടുമാണ് ഞാൻ കരുതുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയാത്തവർക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ അപേക്ഷ നൽകാമെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ 5.75 ലക്ഷം പുതിയ വോട്ടർമാരാണ് ഉള്ളത്. സംസ്ഥാനത്തെ ആകെ വോട്ടർമാരുടെ എണ്ണം 2,70 ലക്ഷം കവിഞ്ഞതായും ശ്രീ സഞ്ജയ് കൌൾ അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിൽ വിവിധ ജില്ലകളിൽ പര്യടനം തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ പര്യടനം ഇന്ന് സമാപിക്കും. ഇന്ന് നന്ദൻകോടാണ് ജില്ലയിലെ അവസാന പര്യടന സ്ഥലം. ഇടുക്കി ജില്ലയിലെ നഗരപ്രദേശങ്ങളിലൂടെയുള്ള യാത്ര ഇന്ന് കട്ടപ്പന നഗരസഭയിലെത്തി. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി ലക്ഷദ്വീപിലും പര്യടന പരിപാടികൾ പുരോഗമിക്കുന്നു. കവരത്തി സെക്രട്ടേറിയറ്റിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പ് മന്ത്രി എ നാരായണസ്വാമി പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ആറ്റിങ്ങലിൽ വൈകുന്നേരം 4-ന് കേരള പദയാത്രാ സംഘാടക സമിതി യോഗത്തിലും തുടർന്ന് മലയൻകീഴ് അരുവിപ്പാറയിൽ കാളിയൂട്ട് ഉത്സവത്തിന്റെ ഭാഗമായുള്ള ചടങ്ങിലും സംബന്ധിക്കും. തുടർന്ന് പോത്തൻകോട് നേതാജി ആർട്സ് ദക്ഷിണേന്ത്യൻ കബഡി ടൂർണമെന്റിന്റെ സമാപന സമ്മേളനത്തിലും കേന്ദ്ര സഹമന്ത്രി പങ്കെടുക്കും.
സംസ്ഥാന പാർലമെന്ററി കാര്യ വകുപ്പ് നടപ്പിലാക്കുന്ന സ്റ്റുഡന്റ് സഭ മന്ത്രി കെ രാധാകൃഷ്ണൻ ഇന്ന് തൃശൂർ തോന്നൂക്കരയിൽ ഉദ്ഘാടനം ചെയ്യും. 140 നിയമസഭാ മണ്ഡലങ്ങളിലെയും വിദ്യാർത്ഥികൾ പരിപാടിയുടെ ഭാഗമാകും. ഓരോ മണ്ഡലത്തിലെയും പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് യുവതലമുറയെ ബോധ്യപ്പെടുത്തുക എന്നതാണ് സ്റ്റുഡന്റ് സഭയുടെ ഉദ്ദേശം. പ്രാദേശിക വിഷയങ്ങളിൽ കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് ജനപ്രതിനിധികൾ മറുപടി പറയും. പാലക്കാട് മലമ്പുഴ ഉദ്യാനത്തിൽ സംഘടിപ്പിക്കുന്ന പൂക്കാലം പുഷ്പമേളയ്ക്ക് ഇന്ന് തുടക്കമാകും. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെയും ജലസേചന വകുപ്പിന്റെയും നേതൃത്വത്തിലാണ് പുഷ്പമേള സംഘടിപ്പിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. മലമ്പുഴ ഉദ്യാനത്തിന്റെ കവാട മുതൽ കൃഷ്ണപാർക്ക് വരെ സ്വദേശിയും വിദേശിയുമായ 50ഓളം ഇനങ്ങളിലുള്ള 10,000-ലേറെ പൂക്കളാണ് ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 8 മുതൽ രാത്രി 8:30 വരെയാണ് പ്രവേശനം. എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം കലാപരിപാടികളും അരങ്ങേറും. ഗോത്രരുചികൾ ഉൾപ്പെടെ പാലക്കാടിന്റെ തനത് വിഭവങ്ങൾ അണിനിരത്തിയുള്ള ഭക്ഷ്യമേളയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ഫോട്ടോ പോയിന്റ്, സെൽഫി കോർണർ, വാട്ടർ, മ്യൂസിക് ഫൌണ്ടനുകൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. മേള 28-ന് സമാപിക്കും. അന്താരാഷ്ട്ര സ്പോർട്സ് സമ്മിറ്റിന്റെ ആദ്യ പതിപ്പിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്പോർട്സ് ഹബ്ബിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തിന്റെ കായിക വിഭവശേഷി ആഗോളതലത്തിൽ ഉയർത്താൻ ലക്ഷ്യമിട്ടാണ് സ്പോർട്സ് സമ്മിറ്റ് സംഘടിപ്പിക്കുന്നത്. 4 ദിവസം നീണ്ടുനിൽക്കുന്ന പരിപാടിയുടെ ഭാഗമായി സെമിനാറുകളും പ്രദർശനങ്ങളും ചലച്ചിത്ര ഉത്സവങ്ങളും നടക്കും. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ കപ്പിന്റെ അവസാന ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിറിയയെ നേരിടും. ഖത്തറിലെ അൽ ബൈത്ത് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 5 മണിക്കാണ് മത്സരം. കഴിഞ്ഞ വർഷം ചൈനയിൽ നടത്താനിരുന്ന മത്സരം കോവിഡ് നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഖത്തറിലേക്ക് മാറ്റുകയായിരുന്നു. കണ്ണൂരിൽ നടക്കുന്ന കേരള പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ വൈകിട്ട് മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമി MK സ്പോർട്ടിംഗ് ക്ലബ്ബുമായി ഏറ്റുമുട്ടും. മറ്റൊരു മത്സരത്തിൽ ലൂക്ക സോക്കർ ക്ലബ്ബ് സെന്റ് ജോസഫ് കോളേജിനെ നേരിടും. കാസർകോടിന്റെ ടൂറിസം വികസനം ലക്ഷ്യമിട്ട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും വ്ളോഗർമാരും കൈകോർക്കുന്നു. അറിയപ്പെടാത്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങളെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചാരം നൽകി കൂടുതൽ സഞ്ചാരികളെ ജില്ലയിലേക്ക് ആകർഷിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർകോട് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ. ശാന്തമായ ബീച്ചുകളും കായലുകളും കുന്നുകളും കോട്ടകളും കൊണ്ട് ജില്ലയിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ മനം കവരാൻ കാസർകോടിന് സാധിക്കുന്നു. കോട്ടകളുടെയും നദികളുടെയും നാട്ടിൽ പുറം ലോകത്തിന് ഇനിയും അപരിചിതമായ മനോഹരമായ പല സ്ഥലങ്ങളും സംസ്കാരങ്ങളുമുണ്ട്. കാസർകോടിന്റെ ടൂറിസം മേഖലയെ എങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കാമെന്ന വിഷയത്തിൽ ജില്ലയിലെ ഇൻഫ്ലുവൻസേഴ്സുമായി DTPC ചർച്ച നടത്തിയിരുന്നു. നാടിനെ ടൂറിസം ഭൂപടത്തിൽ മുൻനിരയിലെത്തിക്കുക എന്ന വിഷയത്തിൽ പൂർണ്ണ സഹകരണമാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അറിയിച്ചിട്ടുള്ളത്. വ്ളോഗർമാരുടെയും ബ്ലോഗർമാരുടെയും സഹായത്തോടെ ജില്ലയിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുമെന്നാണ് പ്രതീക്ഷയെന്നും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ സെക്രട്ടറി പറഞ്ഞു. സംസ്ഥാനങ്ങളുടെ വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന കേന്ദ്ര നടപടിക്കെതിരെ അടുത്ത മാസം 8-ന് സമരം നടത്തുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിലെ സമരത്തിന് കോൺഗ്രസ് സഹകരണം പ്രഖ്യാപിച്ചിട്ടില്ല. പ്രതിപക്ഷ സഹകരണം ഉണ്ടാകണമെന്നും ശ്രീ ബാലഗോപാൽ അഭ്യർത്ഥിച്ചു. UDF സർവീസ് സംഘടനകളിൽ ഉൾപ്പെട്ട സർക്കാർ ജീവനക്കാരും അധ്യാപകരും നാളെ പണിമുടക്കും. ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. അതേസമയം ജോലിക്ക് ഹാജരാകാതെ പണിമുടക്കിൽ പങ്കെടുക്കുന്നത് ഡയസ്നോണായി കണക്കാക്കുമെന്ന് സർക്കാർ അറിയിച്ചു. സമരത്തിൽ പങ്കെടുക്കുന്ന ജീവനക്കാരുടെ ശമ്പളം കുറവ് ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മതിയായ കാരണമില്ലാതെ ജോലിക്ക് വരാത്ത താൽക്കാലിക ജീവനക്കാരെ നീക്കം ചെയ്യുമെന്നും സർക്കാർ അറിയിച്ചു. പത്തനംതിട്ട ജില്ലയിൽ അടൂർ ഏനാത്ത് 110 kV സബ്സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ഇന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, ആന്റോ ആന്റണി MP എന്നിവർ പങ്കെടുക്കും. കോട്ടയം കുറവിലങ്ങാട് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മാർത്തമറിയം ആർച്ച് ഡീക്കൻ തീർത്ഥാടന ദേവാലയത്തിലെ 3 നോമ്പ് തിരുനാളിന്റെ ഭാഗമായുള്ള കപ്പൽ പ്രദക്ഷിണം ഇന്ന് നടക്കും. രാവിലെ മുതൽ കുർബാന അർപ്പിക്കൽ നടക്കുന്നുണ്ട്. തിരുനാൾ നാളെ സമാപിക്കും. മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മാസം 25-ന് ദേശരക്ഷായാത്ര നടത്തുമെന്ന് ജില്ലാ നേതാക്കൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ ഇന്ന് രാഷ്ട്രം പരാക്രം ദിവസ് ആചരിക്കുന്നു. ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരത് പർവ് പരിപാടിക്ക് തുടക്കം കുറിക്കും. 15ാം നിയമസഭയുടെ 10ാമത് സമ്മേളനം മറ്റന്നാൾ ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ ആരംഭിക്കും. അടുത്ത മാസം 5-ന് ബജറ്റ് അവതരണം. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയാത്തവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ അപേക്ഷ നൽകാമെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര വിവിധ ജില്ലകളിൽ പര്യടനം തുടരുന്നു. അന്താരാഷ്ട്ര സ്പോർട്സ് സമ്മിറ്റിന്റെ ആദ്യ പതിപ്പിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ കപ്പിന്റെ അവസാന ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ ഇന്ത്യ ഇന്ന് സിറിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.